ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേയാണ്. രാവിലെ തന്നെ ഞങ്ങളിതാ കുർബാനയ്ക്കായിട്ട് ഇറങ്ങാണ്. നേരം വൈകി നിൽക്കുന്നു. ഇപ്പം എന്തായാലും വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് സമയത്തിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 8:30 ഞങ്ങൾക്ക് കുർബാന. ഇത്രയും നാൾ 8 മണിക്കായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ 8:30 തണുപ്പ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതങ്ങനെ വിൻ്റർ ഡ്രസ്സിലൊക്കെയാണ്. ഇപ്പോൾ സ്വെറ്റർ, അതിൻ്റെ മുകളിൽ ജാക്കറ്റ്, കോട്ട്, ചാട്ടുന്ന ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 5 ആയാലും ഹാഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ഞാൻ എന്താ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഇപ്പം ഇറങ്ങാനായിട്ട്, കാരണം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആവുന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. തണുപ്പ് തുടങ്ങിയെങ്കിലും രാവിലെയൊക്കെ ചെറിയ ഒരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ തുണികളെല്ലാം കൊണ്ടുവന്ന് വിരിച്ചിടും, വാഷ് ചെയ്തതൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട്. എന്നാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ വെയിലില്ല എന്ന് തന്നെ പറയാം. നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലേറ്റായി പോയാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ക്ഷമിക്കുക. കരിമ്പ് കൊണ്ടുപോകണമുണ്ടോ? കരിമ്പ് ഇപ്പം കരിമ്പിൻ്റെ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പത്താണ് ഇവിടെ കരിമ്പൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ടൈം. അതേ വലിയ വലിയ ട്രക്കുകളിൽ കരിമ്പ് കട്ട് ചെയ്തതാണ് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇന്നലെ ഞങ്ങൾക്ക് വന്നൊരു പാഴ്സലാട്ടോ. അത് ആമസോണിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു പാഴ്സൽ. ഇതെന്താന്നല്ലേ, ഇത് നമ്മുടെ ക്രിസ്മസ് ക്രിബാണ്. അപ്പോൾ ക്രിബ് മാത്രം, ക്രിബിൻ്റെ ഉള്ളിലേക്കുള്ള സെറ്റൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ക്രിബ് മാത്രമായിട്ട് നമുക്കിനിയിപ്പോൾ കാർഡ്ബോർഡ് വെച്ചോ അല്ലെങ്കിൽ എന്താ പറയുക മരമൊക്കെ വെച്ചുണ്ടാക്കാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പോൾ വളരെ ലേറ്റായി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പോൾ ഓർഡർ കൊടുത്ത് വന്നിരിക്കുന്ന ഐറ്റം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അസംബിൾ ചെയ്യണം. പക്ഷെ എന്നാലും സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പൊട്ടിച്ച് നോക്കട്ടെ. നല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് റിട്ടേൺ അടിക്കേണ്ടി വരും, ഉപയോഗിക്കാൻ പറ്റുമൊന്നും അറിയില്ല. ഇതാകുമ്പോൾ റെഡിമെയ്ഡ് ക്രിബാണല്ലോ, നമുക്ക് വേഗം നമ്മുടെ ജോലി എളുപ്പമാക്കാൻ ഇതൊക്കെ ഇപ്പോൾ പറ്റുള്ളൂ. ഇത് റേറ്റ് കൊണ്ടും അങ്ങനെ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നിയില്ല. 500 and something ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാ നമ്മുടെ ക്രിബ് സെറ്റ് റെഡി. ഞാൻ എടുത്തറിയുന്നു. ക്രിസ്മസ് അടുത്തല്ലോ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് ക്രിബ് ഇതായെത്തിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കട്ടെ. ഇതിനകത്ത് വൈക്കോലടക്കം വെച്ചിട്ടുണ്ട് അവർ. വൈക്കോലും കൂടെ കൂട്ടി വെച്ചിട്ടാട്ടോ. ഇനി എവിടെ നിന്ന് പൊട്ടിക്കണ്ടേ? ഭയങ്കര അല്ലേ. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ പാക്കറ്റ്. പക്ഷെ അത് ക്രിബായി മാറുന്നു. അതിനകത്ത് വൈക്കോലിൻ്റെ പൊടി, നെല്ലൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഞാനൊന്നും കണ്ടില്ലായിരുന്നു. നെല്ലൊക്കെ ഉണ്ട്. നെല്ലൊക്കെ നമുക്ക് കവറിൽ തന്നെ ഇടാം. ഇനിയിപ്പോൾ ഇവിടെ തുറക്കുമ്പോഴൊക്കെ പോകുമെന്നറിയില്ല. പിന്നെ ഇതിനകത്ത് ഇതാ നിറച്ച് സ്ക്രൂ ചെയ്യാനുള്ള പാക്കറ്റ് ഉണ്ട് കേട്ടോ. അതാ നെറ്റ് ബോൾട്ട് ഇതാ ഈ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ചെറിയ പാക്കറ്റ്. നമുക്കത് സെറ്റ് ചെയ്യണം. ഞങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് ഇതാ ഈ ഒരു ടേബിളും വേണം ഇവിടെ. ആ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം. ആകെ മെസ്സായി കിടക്കണം. തൊട്ടടുത്തുള്ള ടേബിൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെയാണ് ഞങ്ങൾ ക്രിബ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം ഇനി ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു പീസ്. ഇവിടെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഹോളി ക്രിബ്, മെറി ക്രിസ്മസ്. പിന്നെ ഓരോ സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, അങ്ങനെ സ്റ്റെപ്പ് 6 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണ്. ഇതിനകത്ത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ വൈക്കോലും നെല്ലൊക്കെ ആയിട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാ 2 സൈഡിലുണ്ട് കേട്ടോ. അങ്ങനെ ഇത് തുറക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇത് തുറക്കാം. ഇതാ
ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ മേൽഭാഗം. മുകൾ ഭാഗം എന്താ ഇങ്ങനെയായിട്ടിരിക്കണേ. ഇത്രയൊക്കെ ഞാനും ഇപ്പോഴാണ് ഇതൊക്കെ കൃത്യമായിട്ട് കാണുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു വേറെ പീസുണ്ട്, ഭയങ്കര അല്ലേ. ഇത് കാർഡ്ബോർഡാണ്, പക്ഷെ നല്ല സ്ട്രോങ് കാർഡ്ബോർഡാണ്. പിന്നെ സൈഡുകളിൽ കൂടെയൊക്കെ മരത്തിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിന്നെ വേറൊരു പീസുള്ളത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ അസംബിൾ ചെയ്യേണ്ടതെന്ന്, അതുപോലെ ഇവിടെ ഇതുമേ ഈ കാർഡ്ബോർഡിൻ്റെയൊക്കെ പീസുകളുമേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാർഡ്ബോർഡായിട്ടുള്ളത്. അപ്പോൾ ഇതിമൊക്കെ ഹോൾസ് ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിലേക്കായിരിക്കും നമുക്ക് സ്ക്രൂ മിക്കവാറും കയറ്റേണ്ടത്. എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, AB ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയൊക്കെ വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. ഇതാ ഇവിടെ എന്ന് എഴുതിയിട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്നതൊക്കെ നോക്കി നമുക്ക് അറേഞ്ച് ചെയ്യണം. പക്ഷെ വളരെ സിമ്പിളാണ്. ആകെ ഇത്രയും പീസുള്ളൂ. ഇത്രയും പീസ് വെച്ച് വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ. എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെല്ലാം പിക്ചറിൽ നോക്കി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ സെറ്റിങ് ഞങ്ങൾ ഇവിടേക്ക് ഒന്നും കൂടി ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അപ്പോൾ വീഡിയോ എടുക്കാം. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകണം. ഞങ്ങൾക്ക് സ്കൂളിൽ കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ക്രിസ്മസ് കാരോൾ ഡാൻസ്, ജിംഗിൾ ബെൽസ്, അതിൻ്റെ ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പ്രാക്ടീസൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞാൻ അതിനൊക്കെ ആയിട്ട് പോകണം. കറിയൊക്കെ ഇരിപ്പുണ്ട്, ചോറ് മാത്രമേ വയ്ക്കാനുള്ളൂ, അത് ചേട്ടൻ വെച്ചോളും. പിന്നെന്താ, പോയി വന്നിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ പോകാൻ. പള്ളിയിൽ നിന്ന് നമുക്ക് ഇൻഡിവിജ്വൽ 3 പേർക്കും, ചേട്ടനും എനിക്കും അഞ്ജലിക്കൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവർക്കുള്ളത് വാങ്ങിക്കണം. പിന്നെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, എനിക്കുണ്ട് ചേട്ടനും ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണം. അപ്പോൾ അതിൽ 1-2 പേർക്കൊക്കെ നമ്മൾ ഓൺലൈൻ 5-5 ഫ്രണ്ടിനുള്ളതൊക്കെ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച് മീൻസ് വന്നിട്ടില്ല, ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാനും പള്ളിയിൽ നിന്നുള്ള ഫ്രണ്ടിനുള്ളത് ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ നിന്നുള്ള ഫ്രണ്ടിന് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതിനൊക്കെ റേഞ്ച് ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനൊരു സംവാട്ട് റേഞ്ച് തന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്നുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 500 to 700 അതിനുള്ളിലുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ അച്ഛൻ പറഞ്ഞേക്കണേ. പിന്നെ സ്കൂളിൽ നിന്നുള്ളത് 900 to 1000, 900 to 1000. അപ്പോൾ അതിനുള്ളിലുള്ള ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. 1 ഐറ്റമായിട്ടോ 3 ഐറ്റമായിട്ടോ 5 ഐറ്റമായിട്ടോ നമ്മുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അത്രയും റേഞ്ചിനുള്ളിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് സ്കൂളിലേക്കുള്ളത് ഒരു 2-3 ഐറ്റമായിട്ട്, സ്കൂളിലത്തെ ഫ്രണ്ടിന് കൊടുക്കുന്നത് ഒരു 2 ഐറ്റം അല്ലെങ്കിൽ 3 ഐറ്റമായിട്ടൊക്കെ കൊടുക്കാമെന്നാണ്. നമുക്കിങ്ങനെ ഗിഫ്റ്റ് തുറക്കണ നേരത്ത് പാക്കറ്റ് തുറക്കുമ്പോൾ 2-3 ഐറ്റമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന അതേ ഒരു സന്തോഷമല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കടയിൽ പോയി നോക്കണം. എനിക്ക് കിട്ടിയിരിക്കുന്നൊരു ടീച്ചറെയാണ്. അപ്പോൾ ആ ടീച്ചറിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകണം. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ അതേ നമ്മുടെ ക്രിബ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോവാണ്. പഞ്ചും പപ്പയും കൂടെ അസംബിൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതേ ക്രിബിൻ്റെ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ആക്കണം. ഇനി സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് ഇത് ഫിറ്റ് ചെയ്യണം. അതിനുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പേപ്പർ ഇങ്ങനെ തന്നേക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. അതിനകത്ത് നോക്കി ഇപ്പുറത്ത് ഇതാണോ പേപ്പറിനകത്ത് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ പേപ്പറിനകത്ത് നോക്കാം. ചെറിയ ക്രിബാട്ടോ, എന്നാലും പക്ഷെ നല്ലതാണ്. നമുക്ക് 500 സംതിങ്ങിന് കിട്ടുന്ന ക്രിബ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഇതുമ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്രിബായല്ലോ. നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ വരുത്താം, പെയിൻ്റ് അടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. സമയം കിട്ടുമെന്ന് അറിയില്ല. സമയം കിട്ടണമെങ്കിൽ ഞാൻ പെയിൻ്റ് അടിച്ച് വെക്കുന്നതായിരിക്കും. പക്ഷേ ബുദ്ധിമുട്ടാണ് സമയം കിട്ടാൻ. ക്രിസ്മസിൻ്റെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ച ആഴ്ചയല്ലേ. അത് കരോൾ സിംഗിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനൊക്കെ പോകണം നമുക്ക്. അതിന് മുമ്പ് നമ്മുടെ ക്രിബിൻ്റെ പണി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അതിൻ്റെ ഹോൾസുകൾ തമ്മിൽ മാച്ച് ആവണം, അപ്പോഴേ നമുക്ക് സ്ക്രൂ കയറ്റാൻ പറ്റുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഈ മോളിക്കോടെ ഇങ്ങനെ വൈക്കോലൊക്കെ വെച്ച് മേൽക്കൂര ഉണ്ടാക്കിയേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതുമേന്നാണ് നെല്ലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ക്രിബ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പ്രോഗ്രസ്സിലാട്ടോ. ഇനി ഇതുമേലേക്ക് നമുക്ക് ഡെക്കറേഷന് മാലബൾബ് കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ അവിടെ കഴിഞ്ഞ വർഷത്തൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. ക്രിസ്മസ് ട്രീ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് മാലബൾബുകളൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ ക്രിബ് സെറ്റ് ഇരിപ്പുണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്തേക്കൊക്കെ എടുത്ത് വെച്ചൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ ക്രിബ് സെറ്റായിട്ട് വേണം അതൊക്കെ എടുക്കാനായിട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ അതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ക്രിബിൻ്റെ പണി എന്ന് പറഞ്ഞാൽ.
ചെറിയ ക്രിബാണ്, വലിയ ക്രിബൊന്നുമല്ല. നമ്മുടെ കൊച്ചു കൊച്ചു വീടുകളിലേക്ക്, കൊച്ചു ടേബിൾ മേലേക്കൊക്കെ ഇത് ധാരാളം മതി. 5ഉം പപ്പയും കൂടെ എന്തായാലും ക്രിബൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽക്കൂരി അങ്ങോട്ട് എടുത്ത് വെച്ചാൽ നമ്മുടെ ക്രിബായി. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മേൽക്കൂരി കേട്ടോ. എന്ത് ഭംഗിയിലെന്നറിയാമോ, നീറ്റായിട്ട് ഒരു അത് സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണം. വൈക്കോലൊക്കെ വെച്ച് വൈക്കോലിൻ്റെ മോളിക്കോട് ഇതാ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡല്ല ഇത്, കാർഡ്ബോർഡ് മരത്തിൻ്റെ പീസോ, കട്ടി കുറഞ്ഞ മരത്തിൻ്റെ പീസ് തന്നെയെന്ന് തോന്നുന്നു. പ്ലൈ ആണോ, പ്ലൈ, അങ്ങനെ പ്ലൈയോ അങ്ങനെ കണ്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതാ നമ്മുടെ ക്രിബ് റെഡി. അല്ല നമ്മൾ പേപ്പർ അതിനകത്ത് വയ്ക്കുന്നില്ല, ഞാൻ കളർ കൊടുക്കാൻ പോകേണ്ടതിന്. എനിക്കിങ്ങനെ കണ്ടിട്ട് കളർ അടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളറൊക്കെ കൊടുത്ത് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തൽക്കാലം ക്രിബ് ഒന്ന് അവിടെ കൊണ്ടൊന്ന് വെച്ചാൽ നമ്മൾ വെക്കാൻ വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ക്രിബിനെ എടുത്ത് വയ്ക്ക്. ചെറിയ ക്രിബ്. ഇനി നമുക്ക് ഇവിടെയൊക്കെ സമയം കിട്ടണമെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് സെറ്റാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഈ ടേബിളും കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്രിബ് സെറ്റൊക്കെ എടുത്ത് വെക്കണം. അതൊക്കെ പിന്നെ ഇന്ന് വെക്കുന്നില്ല, അതൊന്നും അതൊക്കെ ടൈം കിട്ടുമ്പോൾ നമുക്ക് പിന്നെ എടുത്ത് വെച്ച് സെറ്റാക്കാം. നമ്മൾ ഈ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് ഫ്രണ്ടിലുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ കിച്ചണിലേക്കുള്ള ഷോപ്പിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് സൺഡേ ആണ് നമുക്ക് കിട്ടുന്ന ആകെയുള്ള ദിവസം. അപ്പോൾ ഇന്ന് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പ്ലാനിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ വാങ്ങിക്കേണ്ടതെന്നൊന്നും അങ്ങനെ കൃത്യമായ നിശ്ചയമൊന്നുമില്ല. ചെന്നിട്ട് നോക്കി പറ്റുന്നത് നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഐറ്റം നോക്കാം. കിച്ചൺ ഐറ്റംസും നോക്കണമെന്നുണ്ട്. അപ്പോൾ ലേഡി ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ കിച്ചൺ ഐറ്റംസൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും എന്നിങ്ങനെ തോന്നി. അപ്പോൾ അത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഒരു ഷോപ്പിലേക്ക് കയറണം കേട്ടോ. ഇവിടെ ഒരുവിധം കിച്ചൺ ഐറ്റംസ് ഒക്കെയുള്ള ഒരു കടയാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പല പല ഐറ്റംസ്. അപ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഇങ്ങനെ നോക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കിച്ചണിലേക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉള്ളത് നമുക്ക് കാസറോള്. അപ്പോൾ അത് 3 in 1 കിട്ടണമെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ 3 കാസറോളിൻ്റെ ഒരു സെറ്റ്, അത് നമുക്ക് ചെറുത് വലുത് പിന്നെ അതിലും വലുതായിട്ടുള്ളത് അങ്ങനത്തെ ഒരെണ്ണം നോക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ 1-2 ബോക്സുകൾ കണ്ടപ്പോൾ അതെനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാനല്ല, എനിക്ക് കിച്ചണിലേക്ക് വേണ്ടി. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് അധികം രൂപയില്ല, അതിന് 129 പിന്നെ 99 അങ്ങനെയൊക്കെയുള്ള റേറ്റിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം കിച്ചണിലേക്ക് വേണ്ടിയിട്ട് അതും നോക്കി ഇങ്ങനെ 2 കളർ എടുത്തു. അതിനകത്ത് ഏതെടുക്കണ്ടേന്ന് ഇങ്ങനെ പിടുത്തില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറെയും ഒന്നും കൂടെയൊക്കെ നോക്കിയപ്പോൾ വേറെ ഒരു കളർ കണ്ടു, ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ. അപ്പോൾ എനിക്കത് കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഓറഞ്ച് കളറിൻ്റെ എടുത്തേക്കണേ. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നോക്കി നടന്നു വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന്. പിന്നെ ഫൈനലി ഞങ്ങൾക്ക് തോന്നി ഇത് തന്നെയാണ് കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കാസറോൾ സെറ്റ് എടുത്തേക്കണേ, ബ്ലൂ കളറിലെ. അപ്പോൾ ഇത് 3ഉം കൂടെ ഒരു സെറ്റ് ഒരാൾക്ക് കൊടുക്കാൻ ഉള്ള ഒരൈറ്റം ഇതായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു സെറ്റും കൂടി എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനും കൊടുക്കണം, പിന്നെ ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനും കൊടുക്കാനുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം തന്നെ ഞാൻ കാണിച്ച ആ ഓറഞ്ച് കളറിലുള്ള ആ ഒരു ബോക്സാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങനെ ആ ഒരു ഷോപ്പിൽ നിന്ന് അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം ഇനി വേറെയും കുറച്ചും കൂടിയൊക്കെ ഐറ്റം വാങ്ങിക്കണം. നമ്മളോട് പറഞ്ഞ ഒരു റേഞ്ചിൽ ആ എമൗണ്ട് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ വേറെയും എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ നോക്കണം. അപ്പം ഇവിടെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കങ്ങനെ ആ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഐറ്റം അങ്ങനത്തെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ നോക്കി നടന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങലെല്ലാം കഴിഞ്ഞ് ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റ് ഐറ്റം
അങ്ങനത്തെ എന്തെങ്കിലും നോക്കാമെന്നായിരുന്നു. അപ്പം അതും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉള്ളത്. നമുക്കിപ്പോൾ എത്ര ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാൻ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ബെഡ്ഷീറ്റ് കൊടുക്കാമെന്ന് പ്ലാൻ ഇട്ടേക്കണേ, സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ടിന്. അപ്പോൾ അങ്ങനെ ചേട്ടൻ ഇതാ ബെഡ്ഷീറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ എനിക്കും തോന്നി കാസറോളിൻ്റെ ഒപ്പം എനിക്കും ഒരു ബെഡ്ഷീറ്റ് കൊടുക്കാമെന്ന് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ഡബിൾ ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് 2 ഡബിൾ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് കാസറോളിൻ്റെ ഒരു സെറ്റും പിന്നെ ഒരു ഡബിൾ ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് വേണ്ട ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ബിൽ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇനി പോരുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ ക്രിബുമ്മ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാല ബൾബ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ടും കൂടി ഒന്ന് ജസ്റ്റ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാല ബൾബൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ അവർ അത് ഓണാക്കിയൊക്കെ നമ്മൾ കത്തിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ക്രിബിൻ്റെ അടുത്തൊക്കെ വെക്കാനുള്ള ആ ഒരു ക്യാൻഡിൽ കാര്യങ്ങളൊക്കെ, ക്രിസ്മസ് പപ്പയൊക്കെ ആയിട്ടുള്ള ക്യാൻഡിൽ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നു. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിതാ അതിൽ നിന്നും 1-2 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റം ഒക്കെ നമ്മൾ അവിടെ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ഇന്നത്തെ തീർന്ന് ഞങ്ങളിതാ ഇനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കും. ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.